സൗണ്ട് ഒറ്റൊരിക്കേ ഉണ്ടായിട്ടില്ലോ. വലിയൊരു ഭയങ്കര ഒരു സൗണ്ട്. നമ്മളാദ്യം വിളിച്ചു എന്തോ ഇടിയായിട്ട് ഇങ്ങനെ ഇതായതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ വെച്ചാൽ അടുക്കളേൻ്റെ ഡോറെല്ലാം മൊത്തം പൊട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാന്ന് മനസ്സിലായ ആടെ ആ വീടിൻ്റെ നമ്മളെ ഈ ലൈനിൽ ഇങ്ങനെ വരുന്ന 3 വീടുകളൊക്കെ ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ലൈറ്റിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ അവർ പറഞ്ഞു നമ്മളെ വീടിനും സൗണ്ട് ഉണ്ടായിന്, നമ്മൾ വിചാരിച്ചെന്തോ കള്ളം കയറിയതായിട്ടാന്ന് അവർ വിചാരിച്ചതെന്ന് പറഞ്ഞ്. അപ്പോൾ അവരെ ഓടെല്ലാം ഇളകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടപ്പുറത്ത് വീടിലും അതേപോലെ ഉണ്ടായി. അതായത് ഒരേ ലൈനിൽ വരുന്ന ആ വീടിനാണ് സംഭവിച്ചിട്ടുണ്ടായത്. അതാണത്. അവിടെ നിന്നുള്ള ഒരു പ്രതികരണമാണ് കേട്ടത്. അവരുടെ വീടിനും ഈ സ്ഫോടനത്തെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ശബ്ദം കേട്ട് വലിയൊരു ഇടിമുഴക്കമായിരിക്കുമെന്നാണ് വിചാരിച്ചത്. വന്ന് നോക്കുമ്പോൾ അടുക്കള വാതിലൊക്കെ ഇളകി കിടക്കുന്നതാണ് കാണുന്നതാണ് ആ വീട്ടുകാർ പറയുന്നത്. നിഖില, ഇപ്പോൾ ഈ വീട്ടിലേക്ക് കൂടുതൽ ആളുകൾ, അതായത് ഈ ബോംബ് സ്ക്വാഡ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, മറ്റു ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നുണ്ടോ? വീടിനുള്ളിലേക്ക് എപ്പോഴാകും കയറി ഒരു പരിശോധന നടത്തുക? സേതു, തീർച്ചയായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ അവിടേക്ക് പോവുകയാണ്. ആ അവശിഷ്ടങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അവർ പോകുന്നത്. ഹിറ്റാച്ചി ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ച് മാത്രമേ ഇത് പൂർണ്ണമായി നീക്കാൻ സാധിക്കൂ. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ അവർ പ്രാഥമികമായി ഈ കാര്യങ്ങൾ നീക്കം ചെയ്ത് ആ മൃതദേഹം അവിടെ ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കുക എന്നുള്ളതാണ്. കാരണം അതിനകത്ത് ഒരു കാലിന്റെ അവശിഷ്ടം കണ്ടു എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണമുണ്ട്. ആ ദൃശ്യങ്ങൾ അത് ഈ അവിടെ ഉള്ള വേസ്റ്റ്, ഈ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കണം. അത് നീക്കിയതിന് ശേഷം ആ ശരീരാവശിഷ്ടം പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സ് കടക്കുന്നത്. മറ്റ് യന്ത്ര സംവിധാനങ്ങൾ ഞാൻ വീണ്ടും മടങ്ങിയെത്താം. സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ വ്യാപ്തിയിലേക്ക് ഇത് പോകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത്. കണ്ണപുരത്തെ വാടക വീട്ടിൽ പുലർച്ചെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. വലിയൊരു ഇടിമുഴക്കം പോലൊരു ശബ്ദം കേൾക്കുന്നു. ഒരു വീട് ഏറെക്കുറെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അവിടെ പടക്കം നിർമ്മിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് പടക്കമാണോ? ഇത്രയും വലിയ ശബ്ദത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാകണമെങ്കിലും 100-200 മീറ്റർ അകലെ വരെയുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കണമെങ്കിലും അത് ഈ പടക്കങ്ങൾ തന്നെയായിരുന്നു അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ വീട്ടിൽ താമസിച്ചത് ആരാണെന്നറിയില്ല. അതിനകത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നറിയില്ല. ഈ ഒരുപാട് കാര്യങ്ങളിലെ അവ്യക്തത ഇങ്ങനെ നിലനിൽക്കണം. ഇനി പോലീസ് അന്വേഷണത്തിലാകും. ഇവരിനി അകത്ത് കയറി പരിശോധിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലെങ്കിലും ഒരു വ്യക്തത വരിക. പിന്നീട് ഫോറൻസിക് പരിശോധനയിലൂടെയൊക്കെ അറിയാൻ കഴിയും അത് എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ളത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.